മുസ്ലിം പള്ളിയിലെ ചെമ്പുപാത്രം കവർച്ച ചെയ്യാൻ ശ്രമിച്ച കേസിൽ രണ്ടുപേർ പിടിയിൽ. മേങ്ങാട് സ്വദേശികളായ വി മഞ്ജുനാഥ്, ടി വി നിതിൻ എന്നിവരാണ് കൂത്തുപറമ്പ് പോലീസിന്റെ പിടിയിലായത്. ഈ മാസം 13-ാം തീയതി മെരുവമ്പായി പള്ളിക്ക് സമീപമുള്ള അടുക്കളയിലെ പാചകപ്പുരയിൽ കയറി പാചക ഉപകരണങ്ങളും ചെമ്പുപാത്രങ്ങളും കവർച്ച ചെയ്യാൻ ശ്രമിച്ച കേസിലെ പ്രതികൾ കൂത്തുപറമ്പ് പോലീസിന്റെ പിടിയിൽ. കവർച്ച ചെയ്യാൻ ശ്രമിച്ചപ്പോഴുണ്ടായ ശബ്ദം കേട്ട് ഇരുവരും ബൈക്കിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു. അവിടെയുള്ള CCTV ക്യാമറയിൽ നിന്നും പ്രതികളെ വ്യക്തമാക്കാൻ സാധിക്കാതെ വന്നപ്പോൾ രക്ഷപ്പെടാൻ ഉപയോഗിച്ച ബൈക്കിന്റെ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് വേങ്ങാട് താമസക്കാരായ വി മഞ്ജുനാഥ്, പി വി നിതിൻ എന്നിവരെ കൂത്തുപറമ്പ് SI ശ്രീജിത്ത് കൊടേരിയിൽ സംഘവും പിടികൂടിയത്. 13-ാം തീയതി മെരുവമ്പായിലുള്ള പള്ളിയുടെ സമീപത്ത് തന്നെയുള്ള അടുക്കളയിൽ പാചകശാലയിൽ കയറി വൈകുന്നേരം അവിടുത്തെ പാചക ഉപകരണങ്ങളും ഓട്ടുപാത്രങ്ങളും ഒക്കെ കവർച്ച ചെയ്യാൻ ശ്രമിച്ച ഒരു കേസുണ്ടായിരുന്നു. അങ്ങനെ പക്ഷേ അവിടെ രണ്ടാളുകൾ ചേർന്ന് കവർച്ച ചെയ്യാൻ ശ്രമിച്ചപ്പോൾ പെട്ടെന്ന് ആളുകളുടെ ഒച്ച കേട്ട് ഇവർ ഒരു ബൈക്കിൽ കയറി രക്ഷപ്പെട്ടു എന്നാണ് ഞങ്ങൾ കിട്ടിയ പരാതി. അങ്ങനെ പരാതിയെ തുടർന്ന് ഞങ്ങൾ അന്വേഷണം നടത്തിയപ്പോൾ പോലീസിൻ്റെ CCTVകളും മറ്റും പരിശോധിച്ചപ്പോൾ ഒരു വണ്ടി നമ്പർ, ഞങ്ങൾക്കൊരു ബൈക്കിൻ്റെ നമ്പർ കിട്ടി. ആ ബൈക്ക് നമ്പർ കേന്ദ്രീകരിച്ച് ഞങ്ങൾ അന്വേഷണം നടത്തിയപ്പോൾ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി പാതിരിയാട് പാലായി എന്ന സ്ഥലത്ത് വെച്ച് ഈ ബൈക്ക് കണ്ടെത്താൻ പറ്റി. അങ്ങനെ ബൈക്കിനെ പറ്റി അന്വേഷിച്ചപ്പോൾ ബൈക്ക് യാത്ര ചെയ്ത ഒരാളെ ഞങ്ങൾക്ക് പിടികൂടി. അയാളുടെ പേര് മഞ്ജുനാഥ് എന്നാണ്. മഞ്ജുനാഥ് 23 വയസ്സുള്ള ആളാണ്. അവിടെ വേങ്ങാട് പടുവിലായാണ് അവൻ്റെ താമസം. മുമ്പ് അവന് 5ഓളം കേസുകളിലെ പ്രതിയാണ്. പോക്സോ കേസുണ്ട്, കളവ് കേസുണ്ട്, ബോംബെറിഞ്ഞ കേസുണ്ട്, പിന്നെ അതുപോലെ ഭാര്യ മരിച്ചതിൻ്റെ പ്രേരണ കുറ്റമുണ്ട്. അങ്ങനെ പോലീസ് അയാളെ 6 മാസത്തേക്ക് കാപ്പ ആക്ട് പ്രകാരം നാട് കടത്തിയ പ്രതിയാണ്. അയാളാണ് വീണ്ടും തിരിച്ചു വന്ന് ഈ ഒരു കാര്യം ചെയ്തത്. അങ്ങനെ അയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിൽ അയാളെ ഒന്നിച്ച് നിതിൻ PV 32 വയസ്സുള്ള ആൾ ഒന്നിച്ചുള്ളതായിട്ട് ഞങ്ങൾക്ക് CCTVയിലും മറ്റും കാണാൻ പറ്റിയത്. CCTVയിൽ പക്ഷേ ക്ലിയർ ആയിരുന്നില്ല. പക്ഷേ ഞങ്ങൾ ഇവനോട് കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ ഈ ഒന്നിച്ച് കൂട്ടാളിയെ പറ്റി വിവരം കിട്ടുകയും ഇന്നലെ രാത്രി കൂത്തുപറമ്പ് ബസ് സ്റ്റാൻഡിൽ വെച്ച് ആ പ്രതിയെ ഞങ്ങൾക്ക് പിടികൂടാൻ പറ്റി. പ്രതിയുടെ പേരിൽ നിരവധി മോഷണ കേസുകളും പോക്സോ കേസും ഉണ്ട്. പ്രതിയെ പോലീസ് ആക്ട് പ്രകാരം 6 മാസത്തേക്ക് കാപ്പ ചുമത്തി നാട് കടത്തിയതായിരുന്നു. വീണ്ടും തിരിച്ചു വന്നതിനു ശേഷമാണ് മോഷണ രംഗത്തേക്ക് വന്നിരിക്കുന്നത്. പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് ബ്യൂറോ, കൂത്തുപറമ്പ്.